എല്ലാവരും ഓണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പുതിയ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യുന്നതിൻ്റെയും പുതിയ ഓണം ലുക്ക് എങ്ങനെ നന്നാക്കി മാറ്റണം എന്ന് വിചാരിക്കുന്നതിൻ്റെയും ഒക്കെ തിരക്കിലായിരിക്കും എന്ന് എനിക്കറിയാം. ഓണം സ്റ്റൈലിങ്ങിന്റെ പുറത്ത് കുറേയധികം മിത്ത് നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് അവെയറായി ഇരുന്നു കൊണ്ട് നിങ്ങൾ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നുള്ളതാണ്. കണ്ണും പൂട്ടി നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അത് അതേപടി ട്രഡീഷണലി ആണ് എന്ന് വിചാരിച്ചിട്ട് ഫോളോ ചെയ്യാതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കുറച്ചും കൂടി അതിൻ്റെ അകത്തൊരു കൾച്ചറൽ ഡെപ്ത് എന്താണെന്നുള്ളതും അതിൻ്റെ പുറത്തുള്ള ലോജിക്ക് എന്താണെന്നുള്ളതും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റൈലിങ് കുറച്ചും കൂടെ പവർഫുള്ളും കുറച്ചും കൂടെ എലഗൻറ്റുമായിട്ട് മാറും. സോ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു വീണാസ് ഇന്നർ ചൈൽഡ്. ഞാൻ വീണ, പ്രൊഫഷണൽ ബേസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോഴത്തെ മേജർ ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്ച്വലി ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്യാൻ കൂടുതൽ താല്പര്യം ഉണ്ട് എന്നുള്ളതാണ്. ഒരു കൂട്ടർ പറയുന്നുണ്ട് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിലേക്ക് പോകേണ്ടതില്ല എന്ന്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ട്രഡീഷനിൽ നിൽക്കണം എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ ട്രഡീഷൻ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊരു മിത്ത് തന്നെയാണ്. അതായത് ഐവറിയും ഗോൾഡും തന്നെ യൂസ് ചെയ്യണം ഓണത്തിന് എന്നുള്ളത് അതിന് പ്രത്യേകിച്ചൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിലും ഫാഷൻ സ്റ്റൈലിംഗ് പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലും എനിക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കൽ വോഗിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളുടെ നാട്ടില് മഴ അങ്ങനെയുള്ള സീസൺസ് കൂടുതലായതുകൊണ്ട് തന്നെ ഡ്രസ്സ് എന്തെങ്കിലും കളേഴ്സ് ഒക്കെ ഡൈ ചെയ്യുകയാണെങ്കിൽ അത് ഉണക്കിയെടുക്കാൻ അധികം പാടായിരിക്കും. സോ ന്യൂട്രൽ കളേഴ്സിലേക്ക് അതുകൊണ്ട് തന്നെ അവർ ഫോക്കസ് ചെയ്തു. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ ഗോൾഡ് മിക്സ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ വിഷ്വലി അത് ഭയങ്കര പ്രസന്റബിൾ ആയി മാറുകയും ചെയ്തു. അൺബ്ലീച്ച്ഡ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഈ ഒരു ഐവറി കളറിലേക്ക് ഇരിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഏതാണെങ്കിലും ഇത് പേർപ്പസ്ഫുള്ളി പ്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഐവറി വെച്ചതോ ക്രീം കളർ വെച്ചതോ അല്ല നിങ്ങൾ മനസ്സിലാക്കണം. കസവ് എന്ന് പറയുന്നത് ആ ഒരു ഗോൾഡൻ സരി ബോർഡർ ആണ്. നോർമലി കസവ് സാരിയിൽ അല്ലെങ്കിൽ സെറ്റ് മുണ്ടിലൊക്കെ കാണുന്ന ഒരു ഗോൾഡൻ ബോർഡർ ഉണ്ടല്ലോ, അതിന് മാത്രമാണ് കസവ് എന്ന് പറയുന്നത്. സെറ്റ് മുണ്ട് എന്ന് പറയുമ്പോഴും അതിനകത്ത് ആ സെറ്റ് സാരി പ്ലസ് മുണ്ട് എന്നുള്ള സാധനമായിരുന്നു. അതിനകത്ത് കസവ് വരുന്നില്ല. കസവ് എന്നുള്ളത് പിന്നീട് ആഡ് ചെയ്യപ്പെട്ട ഒരു എലമെന്റ് ആണ്. ഈ ആഡ് ചെയ്യപ്പെട്ട എലമെന്റ് കേരളത്തിലെ ഫെസ്റ്റിവൽ സീസണുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കേരള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐക്കൺ ആയത് മാറുകയും അങ്ങനെയാണ് വേൾഡിൽ തന്നെ ഈ കസവ് ഐവറി ഈ ഒരു ടോണൽ ഈ രണ്ട് മിക്സ് വന്നതും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് കൾച്ചറൽ ഡെപ്ത് ഒന്നും അതിനുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. പ്യൂരിറ്റിയുടെയോ സമൃദ്ധിയുടെയോ അങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള ഒരു ഐഡന്റിറ്റിയുമായിട്ടും ഇതിന് കണക്ഷൻ ഇല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡ്രസ്സിങ്ങിന്റെ അകത്ത് ഈ കസവിന്റെ വിട്ട് കൂടുന്നതനുസരിച്ചിട്ട് ഇത് ലക്ഷറി ആയി മാറും എന്നുള്ളൊരു കോൺസെപ്റ്റും ഗോൾഡൻ ജ്വല്ലറി വെച്ച് പെയർ ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റും അതിന് പ്രത്യേകിച്ച് വലിയ അടിസ്ഥാനമൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ്. ബിക്കോസ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സിന്റെ കൂടെ കസവ് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഗോൾഡൻ ജ്വല്ലറിയോ ഗോൾഡൻ തീമോ ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ലക്ഷറി ആയിട്ട് മാറും. അതിന്റെ കൂട്ടത്തിൽ കൂടുതൽ ലെയറിങ് ഗോൾഡിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ വർക്കോ അങ്ങനെ എന്ത് ഡീറ്റെയിലും കൂടുതലായിട്ട് വരികയാണെങ്കിൽ കുറച്ച് ഓവർ പവറിംഗ് ആയിട്ട് തോന്നും. സോ മിനിമലിസം നോക്കുന്ന ആൾക്കാർക്ക് തിന്നായിട്ടുള്ള ബോർഡറിലേക്ക് പോവാം, അതിനനുസരിച്ചിട്ട് ജ്വല്ലറി ആഡ് ചെയ്തിട്ട് അതിനെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാം. പക്ഷെ ഓവർ പവറിംഗ് ആയിരിക്കും ഈ വലിയ കസവും അതിന്റെ കൂടെ വലിയ ജ്വല്ലറിയും ഗോൾഡൻ ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസും എല്ലാം കൂടി പെയർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഭയങ്കര മാക്സിമലൈസേഷന്റെ ആളായിരിക്കണം, ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നതിന്റെ രീതിയിലുള്ളതായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം അല്ലെങ്കിൽ ഐവറി പ്ലസ് ഗോൾഡ് എന്നുള്ളത് ഒരു ഓണത്തിന്റെ ലോ ആയിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ എസ്തെറ്റിക്സ് ഈ രണ്ട് കളറിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതാണ് എനിക്ക് എപ്പോഴും ഓണം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈലിംഗിൽ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. ഐവറി പ്ലസ് ഗോൾഡ് എന്നുള്ളത് നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ ഈ ഡുവൽ ടോണിൽ തന്നെ നമ്മൾ എത്ര കാലം ഓണം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ടാണ് പല ആൾക്കാരും പല ബൊട്ടിക്സും ഒക്കെ ഒരു എക്സ്പെരിമെന്റേഷൻ ഒരു ലെവലിൽ കൊണ്ടുവരാറുള്ളത്. അതായത് കുറച്ചും കൂടി സൗത്ത് ഇന്ത്യൻ കളേഴ്സ്, വേറെ കുറച്ചും കൂടി എക്സ്പെരിമെന്റൽ കളേഴ്സ് ഇതിലൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു റിച്ച്നെസ് കൊണ്ടുവരാൻ. എപ്പോഴും ഐവറി അല്ലെങ്കിൽ ഗോൾഡ് ഈ ഒരു കാര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു ഓണം ലുക്ക് ആവുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അതിനെ എങ്ങനെ ഓണം ലുക്ക് ആക്കി എടുക്കാം, എന്തൊക്കെ എലമെന്റ്സ് കൊണ്ടുവരാം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മദ്രാസ് ചെക്സ് ഐവറി ഗോൾഡൻ ഇതിന്റെ കൂട്ടത്തിൽ മിക്സപ്പ് ചെയ്തിട്ട് നമ്മൾ കുറെ കാണുന്നുണ്ട്. ആൻഡ് മദ്രാസ് ചെക്സ് ഇതിന്റെ കൂടെ മിക്സപ്പ് ചെയ്യുമ്പോൾ തമിഴ് കൾച്ചറിന്റെ ആ ഒരു അഡാപ്റ്റേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം കേരളത്തിന്റെ വിഷ്വൽ ലാംഗ്വേജ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇത് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ഹാർമണി ഉണ്ട്. ആൻഡ് ആ വിഷ്വൽ ഹാർമണി കുറച്ചും കൂടി ഫെസ്റ്റീവ് ഒക്കേഷന് നന്നായിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ കുറെ കാര്യങ്ങളിലൊക്കെ അഡാപ്റ്റ്
ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ആ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ വെൽക്കമിംഗ് ആയിട്ടും ഒരു ഗ്ലോബലൈസേഷന്റെ പാർട്ട് ആവുന്നതായിട്ടും ബൗണ്ടറീസ് ഒക്കെ ക്രോസ് ചെയ്യുന്നതായിട്ടും ബോർഡേഴ്സ് ഇല്ലാത്തതായിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി അടുത്തതായിട്ടുള്ള ഒരു മിത്ത് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ബ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ ട്രഡീഷണൽ ഓണം സ്റ്റൈലിലേക്ക് ഓണം ലുക്കിലേക്ക് വരും എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഓണം ലുക്ക് അല്ലെങ്കിൽ ട്രഡീഷണൽ ബ്ലൗസിന്റെ പുറത്ത് മാത്രം കൊണ്ടുവരിക എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടി കോണ്ടംപററി ആയിട്ട് ഡിസൈൻസിനെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പൊ കോസറ്റ് ബ്ലൗസസ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, പഫ് സ്ലീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പറയുക ട്രഡീഷണൽ എലമെന്റ്സ് ഇതിനകത്ത് മിക്സപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ്. പക്ഷെ നമ്മൾ ഈ ട്രഡീഷണൽ എന്നുള്ള വാക്കിന്റെ അകത്ത് കുടുങ്ങി കിടക്കാതെ കോണ്ടംപററി സ്റ്റൈലിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ഓൾസോ അങ്ങനത്തെ എക്സ്പെരിമെന്റേഷൻ നമുക്ക് ചെയ്യാവുന്നതുമാണ്. ഞാൻ നോർമലി ഓണം സ്റ്റൈലിംഗിൽ കേരള സാരി അധികം ഉടുക്കുന്ന ഒരാളല്ല. കേരള സാരി എന്നല്ല, ഒരു സാരിയും നോർമലി ഉടുക്കുന്ന ഒരാളല്ല. പക്ഷേ ഓണവുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറെ കൺസേൺസ് ഒക്കെ എപ്പോഴും വരാറുണ്ട്. ബിക്കോസ് എൻ്റെ ഒരു റെഗുലർ വെയർ അല്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു മണ്ടത്തരമായിട്ട് തോന്നാറുണ്ട്. ആൻഡ് ഓൾസോ ഒരു ഒക്കേഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഡ്രസ്സ് എടുക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. സോ ഞാൻ നോർമലി ചെയ്യാറുള്ള ഒരു കാര്യം എപ്പോഴെങ്കിലും ക്രോപ്പ് ടോപ്സ് എടുക്കുകയും ക്രോപ്പ് ടോപ്സ് സാരിയുടെ കൂടെ, അല്ലെങ്കിൽ സാരി എന്ന് വെച്ചാൽ കൂടുതൽ ഞാൻ പ്രീ പ്ലീറ്റഡ് റെഡി ടു വെയർ അങ്ങനത്തെ സാരീസ് ആയിരിക്കും യൂസ് ചെയ്യുക. സോ ഇന്ന് ഇട്ടേക്കുന്നതാണെങ്കിൽ കൂടി ഈ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് ക്രോപ്പ് ടോപ്പ് ആണ്. നോർമലി ബ്രാലറ്റ് ക്രോപ്പ് ടോപ്പ് പോലെയുള്ള ഡ്രസ്സസ് ഉണ്ട് അല്ലെങ്കിൽ ബ്ലൗസസ് ഉണ്ട്. സോ ബ്രാലറ്റ് ക്രോപ്പ് ടോപ്പ് പോലെയുള്ള ബ്ലൗസസ് വാങ്ങിയിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു പ്രീ പ്ലീറ്റഡ് സാരി കൂടിയാണ് ഞാൻ ഇപ്പോൾ പെയർ ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് ഒരു 1000 റുപ്പീസിന്റെ ഉള്ളിൽ നിൽക്കുന്ന ബജറ്റിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. കുറച്ച് റിച്ച് ലുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ഇപ്പം ഓണത്തിന്റെ ആ ഒരു തീമിൽ നിന്ന്, കംപ്ലീറ്റ് തീമിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കുകയും ഇല്ല. അടുത്തൊരു കാര്യമാണ് മുല്ലപ്പൂ വെച്ച് മുടി പിന്നിയിട്ട് അങ്ങനെയാണെങ്കിലാണ് ഓണം സ്റ്റൈല് ലുക്കിലേക്ക് എത്തുക എന്നുള്ളത്. ഇപ്പോൾ ഒക്കെ ആൾക്കാർ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയല്ലാത്ത സ്റ്റൈലുകൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ പോലും സ്റ്റൈൽ ഫോർമുല ഒന്നും അല്ല, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ഒരു ഫോർമുല കറക്റ്റ് ആവുക, അങ്ങനെയൊന്നുമില്ല. അതും നമുക്ക് നമ്മളായിട്ട് കൂട്ടിച്ചേർത്ത കുറച്ച് കാര്യങ്ങളാണ്. ഫെസ്റ്റീവ് ലുക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഒത്തന്റിക് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഉണ്ടാക്കി ചേർത്തൊരു കാര്യമാണ്. അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പറഞ്ഞു വന്നത് ഓണത്തിന്റെ ലുക്കിന് പൊട്ട് വെക്കണം നിർബന്ധമില്ല, മുടിയിൽ പിന്നിടണം നിർബന്ധമില്ല, നീളമുള്ള മുടി വേണം നിർബന്ധമില്ല, മുല്ലപ്പൂ വെക്കണം നിർബന്ധമില്ല. ഇങ്ങനത്തുള്ള ഒരു പ്രത്യേകിച്ചുള്ള നിർബന്ധങ്ങളും ഓണത്തിന്റെ ലുക്കിന് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സോ എസ്തെറ്റിക് റെപ്പറ്റേഷനിൽ നിന്ന് കൾച്ചറിനെ എപ്പോഴും മാറ്റി നിർത്തുന്നതായിരിക്കും നമുക്ക് നല്ലത്. അങ്ങനെ നമ്മൾ കാണാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന്റെ ലുക്കിൽ ഒരുപാടധികം എക്സ്പെരിമെന്റ്സ് നമുക്ക് കൊണ്ടുവരാനും പറ്റും. ഓൾമോസ്റ്റ് ഇപ്പോൾ ആൾക്കാരൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ വീണ്ടും മുറുകെ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. കൾച്ചർ അല്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നുള്ളത്. ഇത് ഉണ്ടായി വന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ കൾച്ചറിന്റെ പേരിൽ ഒരു കാര്യങ്ങളും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അടുത്ത കാര്യം എന്ന് പറയുന്നത് ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഫാഷൻഡ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ട്രഡീഷണൽ എന്ന് പറഞ്ഞത് ഇപ്പോൾ മേ ബി ഡ്രസ്സിങ്ങിലുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഒരു ട്രഡീഷണൽ കാര്യം ഉണ്ടാവായിരിക്കും. അത് നമ്മൾ മിക്സപ്പ് ചെയ്ത് കോണ്ടംപററി സ്റ്റൈലിങ്ങും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് അത് ഇവോൾവ് ചെയ്ത് വരിക. അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഫോട്ടോഗ്രാഫിന്റെ റിക്രിയേഷൻ പോലെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ഒരു ഫ്രോസൺ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ അല്ല നമുക്ക് ഇന്നത്തെ കാലത്ത് വേണ്ടത്. നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് അഡാപ്റ്റ് ചെയ്യുകയും റീഇൻറ്റർപ്രറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കേരള കസവ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇതിന്റെ ട്രഡീഷണൽ വാല്യൂ എന്ന് പറയുന്ന ഒരു കാര്യം, കൾച്ചറൽ ആസ്പെക്ട്സ് എന്ന് പറയുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള എല്ലാ കാര്യത്തെയും ഒരു ഗ്ലോബൽ റേഞ്ചിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ. മലയാളിക്ക് ഓണം ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ പ്രിൻസിപ്പിൾ ഇല്ല എന്നുള്ളതാണ്. എന്ത് വേണമെങ്കിലും ഓണം ലുക്കാക്കി നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ആൻഡ് ഓൾസോ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് കാണുന്ന ട്രഡീഷണൽ ലുക്ക് എന്ന് പറയുന്ന കസവ് ഐവറി ആ ഒരു മിക്സ് ഉള്ള ലുക്ക് എന്ന് പറയുന്നത് ഓണം എന്നുള്ള സെലിബ്രേഷനെക്കാളും പഴക്കമുള്ള ഒരു കാര്യമാണ്. അതിന് കുറച്ചും കൂടി വേറൊരു തരത്തിലാണ് അതിൻ്റെ ഒരു പഴക്കമുള്ളത്. ഓണം റിലേറ്റഡ് ആയിട്ടല്ല അത് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ അൺബ്ലീച്ച്ഡ് ആയിട്ടുള്ള കോട്ടൺ വെച്ചിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റിന്റെ കൂടെ ഗോൾഡൻ ത്രെഡ് ആയിരുന്നു പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ സമയത്ത് യൂസ് ചെയ്തിരുന്നത്. ഗോൾഡൻ ത്രെഡ് ലക്ഷറി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. പിന്നീട് അത് നമ്മുടെ കേരള കൾച്ചറിന്റെ ഭാഗമായി എടുത്തു തുടങ്ങിയപ്പോൾ അതിന്റെ റെപ്ലിക്കേഷൻ വന്നാണ് നോർമലി ഈ ഒരു കസവ് എല്ലാ ഐവറി ക്ലോത്തിന്റെ കൂടെ മിക്സപ്പ് ചെയ്തിട്ട് ഇത് കേരള ഡ്രസ്സാണ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഇറക്കുന്നത്. ഓണത്തിന് എന്ത് വേണമെങ്കിലും സ്റ്റൈൽ ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്തോളൂ, എങ്ങനെ വേണമെങ്കിലും ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിച്ചോളൂ. പക്ഷെ ഇതിന്റെ റൂട്ട് ഇതായിരുന്നു എന്നുള്ളത് കാര്യം മാത്രം അവെയർ ആയിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കുറ്റബോധം തോന്നുകയോ അല്ലെങ്കിൽ ഓണത്തിന്റെ തീമിൽ നിന്ന് മാറിപ്പോയെന്ന് തോന്നുകയോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, ലവ് യു.